ഇരുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവമാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനുള്ളത്. അമേരിക്കയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ട്രംപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് പുറമെ ചവിട്ടിക്കേറിയ കൊമ്പുകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുറിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും? നടുവൊടിയും. അതുതന്നെയാണ് മഹാനായ ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യക്കും പറയാനുള്ളത്. ഇങ്ങനെയാണ് ട്രംപിന്റെ പോക്കെങ്കിൽ ഇന്ത്യക്ക് ഇതാദ്യമായി ശക്തമായ ഒരു US വിരുദ്ധ നിലപാടെടുക്കേണ്ടി വരും. US മുന്നിൽ ഇന്ത്യ അത്ര വലിയ രാജ്യമൊന്നും അല്ലെങ്കിലും ശക്തമായ നിലപാടുകളും ലോകരാഷ്ട്രങ്ങളുടെ പരിഗണനയും ഒക്കെ ചേർന്ന് ഇന്ത്യക്കുമുണ്ട് ഒരു നല്ല മുഖം. അത് ഡൊണാൾഡ് ട്രംപ് ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. US ഇന്ത്യക്ക് ഇനി അവഗണിച്ച് തള്ളേണ്ടി വരും. ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും എന്തിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോഴുമൊക്കെ ഇന്ത്യ സംയമനം പാലിക്കുകയായിരുന്നു, തുല്യ പരിഗണന നൽകുകയായിരുന്നു എല്ലാ രാഷ്ട്രങ്ങൾക്കും. എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ ആ നിലപാട് മാറ്റേണ്ടി വരും. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ, വാതകം, യുറേനിയം തുടങ്ങിയ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മറ്റുൽപ്പന്നങ്ങൾക്ക് 500% തീരുവ ചുമത്തുന്ന ഒരു ഉപരോധ ബിൽ അതാകും തന്റെ ട്രൂത്ത് സോഷ്യൽ പേജിൽ അടുത്തതായി ഡൊണാൾഡ് ട്രംപ് എഴുതി നിറയ്ക്കാൻ പോകുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ, വാതകം, യുറേനിയം എന്നീ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇനി ഒരു ഉൽപ്പന്നവും 5 ഇരട്ടി വിലയ്ക്കല്ലാതെ US കയറ്റി അയക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ കടുത്ത നിലപാട്. അത് ട്രംപിന് മാത്രമുള്ള കടുത്ത നിലപാട് തന്നെയാണ്. ഇന്ത്യക്ക് അതൊരു പ്രശ്നമേ അല്ല. എന്തായാലും ഇത്തരമൊരു ഉപരോധ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം താൻ പരിഗണിക്കുകയാണെന്ന് ട്രംപും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കണം. പിന്നെ റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കണം. ഇത് ട്രംപ് ഇന്ന് ഇന്നലെയും ആലോചിച്ചു തുടങ്ങിയതല്ല. ഇതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. ശിക്ഷിക്കാൻ അമേരിക്ക ലോക പോലീസാണെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ അത് പണ്ടായിരുന്നു, തെറ്റിപ്പോയി. കാലം മാറിയെന്ന് ഇന്ത്യക്ക് വീണ്ടും പറയേണ്ടി വരും. ലക്ഷ്യം ഇന്ത്യയും ചൈനയുമാണ്. യുദ്ധകാലത്ത് റഷ്യക്കെതിരെ ലോകം മൊത്തം നിന്നു. എന്നിട്ടും ഇന്ത്യ റഷ്യയുടെ ഉറ്റ സുഹൃത്തായി റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. കാരണം അതിന്റെ പേരിൽ വാണിജ്യ ഇടപാടുകൾ, വാണിജ്യ ബന്ധങ്ങൾ മുടക്കേണ്ടെന്ന് ഇന്ത്യ തീരുമാനിച്ചു. അത് ഇന്ത്യയുടെയും ആവശ്യമാണ്. അനുഭവം ഉണ്ടാക്കാനൊന്നുമല്ല ഇന്ത്യ റഷ്യയിൽ നിന്നും ഇന്ധനവും യുറേനിയവും ഒക്കെ വാങ്ങുന്നത്. ഇന്ത്യയുടെ വികസനത്തിന് തന്നെയാണ്, ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ നാട്ടുകാരുടെ ഗതാഗത ആവശ്യങ്ങൾക്ക് കൂടിയാണ് ഇന്ധനം വാങ്ങുന്നത്. 2025 ഏപ്രിൽ 2 മാസങ്ങൾക്ക് മുമ്പ് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമും ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്റലും ചേർന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു. സാങ്ഷനിങ് റഷ്യ ആക്ട് 2025. സാങ്ഷനിങ് റഷ്യ ആണെങ്കിലും ഈ ബില്ല് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയെ, ചൈന അടക്കമുള്ള റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് താങ്ങും തണലുമാകുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഇത്തരം രാജ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. റഷ്യയുടെ ആഗോള ഊർജ വ്യാപാരം മുടക്കണം. റഷ്യൻ കമ്പനികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റഷ്യൻ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണം. ഇവർക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇതേ മേഖലകളിലെ ഇന്ത്യ, ചൈന ഉദ്യോഗസ്ഥരെയും ഇത് ബാധിക്കും. റഷ്യൻ എണ്ണ, റഷ്യൻ വാതകം, റഷ്യൻ യുറേനിയം ഇവ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇനി US വരണമെങ്കിൽ 500% അധിക തീരുവ. ഈ ബില്ലിന് ഇപ്പോൾ തന്നെ 84 സെനറ്റർമാരുടെ പിന്തുണ ഉണ്ടെന്നാണ് ഗ്രഹാം പറയുന്നത്. ട്രംപിന്റെ ഉദ്ദേശ ലക്ഷ്യം അങ്ങനെ നടപ്പാക്കാൻ പോവുകയാണ്. ഇന്ത്യയും ചൈനയും പുടിന്റെ 70% എണ്ണ വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളാണ്. തീർന്നില്ല, അവർ റഷ്യയുടെ യുദ്ധതന്ത്രത്തെ പിന്തുണയ്ക്കുന്നു. അത് എപ്പോഴാണ്, എങ്ങനെയാണത് ഗ്രഹാമിനോ അല്ലെങ്കിൽ ട്രംപിനോ പറയാൻ പറ്റുക? ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളെ പിന്തുണച്ചിട്ടേയില്ല. സംയമനം പാലിക്കാനാണ് ഇന്ത്യ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇന്ത്യ ഉക്രൈനുമായും നല്ല രീതിയിൽ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ട്രംപിന്റെ അടുത്ത സഖ്യ നേതാവാണ് ഈ ഗ്രഹാം. അതുകൊണ്ട് തന്നെ ഈ ബില്ല് താൻ കണ്ടെന്നും ഒരു ഗോൾഫ് കളിക്കിടെ ട്രംപ് തനിക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞ് അനുമതി നൽകിയതായുമാണ് ഈ ഗ്രഹാം പറയുന്നത്. അതേസമയം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ട്രംപ് ഈ ബിൽ സജീവമായി പരിഗണിക്കുന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ല, ട്രംപിന് മറ്റൊരു പോംവഴിയില്ല. അല്ലെങ്കിൽ സെനറ്റിലെ ട്രംപിന്റെ ഭൂരിപക്ഷം ഇവർ പാലം വലിക്കും. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും ചില തീരുമാനങ്ങൾ വരും. യുക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ട്രംപ് ഇടപെട്ടിട്ടും പുടിൻ അയഞ്ഞില്ല. ചാണ്ടി അയയുമ്പോൾ തൊമ്മൻ മുറുകും എന്നതായ അവസ്ഥ. ഉക്രൈനിലേക്ക് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ അയക്കാൻ US
പ്രതിരോധ വകുപ്പിലുണ്ട് ട്രംപ് ഇടയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു. പിന്നെ പെന്റഗൺ ഇടപെട്ട് അത് പിൻവലിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നും 2024-25 സാമ്പത്തിക വർഷത്തിൽ 68.7 ബില്യൺ ഡോളറിന്റെ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇത് കോവിഡ് കാലത്തേക്കാൾ 10.1 ബില്യൺ ഡോളറിന്റെ വർധനവുണ്ട്. അപ്പോൾ ഓർക്കണം, കോവിഡ് കാലത്ത് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് തലത്തിലാണ് റഷ്യ എണ്ണ നൽകിയിരുന്നത്. എന്നിട്ടും ഇപ്പോൾ ഇന്ത്യ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. 2024 ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30% റഷ്യൻ എണ്ണയാണ്. ഈ ബിൽ നിയമമായാൽ എണ്ണ മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ്, IT സേവനങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ കയറ്റുമതികൾക്ക് US കനത്ത തിരിവ് നേടേണ്ടി വരും. നമ്മുടെ IT പാർക്കുകളിൽ കനത്ത സമ്മർദ്ദവും ഉണ്ടാകും. ഇന്ത്യയും US തമ്മിൽ നിലവിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ നടന്നു വരികയാണ്. ഇത് ഇന്ത്യ US തീരുവ കുറയ്ക്കാനും വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്ന രീതിയിലാണ് ചർച്ചകൾ തുടങ്ങി വെച്ചത്. എന്നാലും ഈ ഡൊണാൾഡ് ട്രംപിന് വിശ്വസിക്കാൻ പറ്റില്ല. 10% താരിഫ് കുറയ്ക്കാമെന്ന് മാസങ്ങൾ നീണ്ട ചർച്ചകളിലൂടെ ഉറപ്പ് നൽകിയിരിക്കുന്നു ട്രംപും യൂറോപ്യൻ യൂണിയൻ കമ്മീഷനും ഒരു വശത്ത്. എന്നിട്ട് എന്തായി? കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ യൂണിയന് 35% അധിക താരിഫ് ട്രംപ് അടിച്ച് കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ട്രംപിനെ വിശ്വസിക്കേണ്ടെന്നും ട്രംപിന്റെ വാക്കുകൾ പ്രതീക്ഷ വേണ്ടെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം ഏറ്റവും പുതിയ ഉദാഹരണം ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഗതികേടാണ്. എന്നിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് ശക്തമായി പറയുന്നു, ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനെതിരെ അണിനിരക്കണം, ട്രംപിനെതിരെ യുദ്ധം തുടങ്ങണം എന്ന്. പക്ഷേ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്ക് ഇപ്പോഴും ട്രംപിനെ പേടിയാണ്. എങ്ങാനും എന്നെങ്കിലും എപ്പോഴെങ്കിലും ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ 10% കൊണ്ടെത്തിക്കുമോ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്കുണ്ട്. ഫ്രാൻസിന് അതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പറയുന്നത്, ട്രംപിന്റെ വാക്കുകളിൽ ഒരു പ്രതീക്ഷയും വെക്കേണ്ട, ഇന്ത്യയുടെ നിലപാട് വരുന്നത് വരട്ടെ എന്ന് തന്നെയാണ്.